ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 34-ാമത്തെ ശ്ലോകം നോക്കാം. യദ്യേഷോ പരതാ ദേവി മായാ വൈശാരദീമതി സമ്പന്ന ഏവേദി വിദുർമഹിം നിസ്വേ മഹീയത്തെ. ഈ ഒരു ശ്ലോകം നമുക്കൊക്കെ തോന്നാവുന്ന ഒരു സംശയത്തിൻ്റെ മറുപടി എന്നോണമാണ് പറയുന്നത്. ഈ സംസാരത്തിൻ്റെ കാരണഭൂതയായിട്ടുള്ള ആ മായ നശിക്കാതെ ഇരിക്കുന്നിടത്തോളം ഈ ജീവൻ എങ്ങനെയാണ് ബ്രഹ്മത്വം സിദ്ധിക്കുന്നത് എന്ന് നമുക്കൊക്കെ തോന്നാവുന്ന ഒരു സംശയത്തിനുള്ള ഒരു മറുപടി കൂടി ഇവിടെ പറഞ്ഞു തരികയാണ്. യദ്യേഷോപരത, യതി ഏഷ ഉപരത, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് യദ്യേഷോപരത. യതി എന്ന് പറഞ്ഞാൽ എങ്കിൽ, ഏഷ എന്ന് പറഞ്ഞാൽ ഈ, ഉപരത എന്ന് പറഞ്ഞാൽ ഉപരമിച്ചുവെങ്കിൽ അഥവാ അത് നിവൃത്തമായി, അതിൽ നിന്ന് നിവൃത്തിയായി ഭവിച്ചുവെങ്കിൽ എന്നുള്ള അർത്ഥത്തിൽ. എന്ത്? ദേവി മായ, ഈ മായാഭഗവതി. ഇവിടെ ദേവി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ക്രീഡാതൽപരയായിട്ടുള്ള മായാഭഗവതി. ഭഗവാന്റെ ഓരോ സൃഷ്ടിയും ആ ക്രീഡാതൽപരയായിട്ടുള്ള മായാഭഗവതിയെയും കൂടി കൂട്ടുപിടിച്ചുകൊണ്ട്, അഥവാ ഭഗവാന്റെ മായയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവയാണ് ഈ സർവ്വജഗത്തും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ക്രീഡാതൽപരയായ മായാഭഗവതി. അല്ലെന്നുണ്ടെങ്കിൽ മായ എന്ന് പറയുന്നത് തന്നെ അവിദ്യയാണ്, അറിവില്ലായ്മയാണ്. അപ്പോൾ ആ അവിദ്യയുടെ അവിദ്യാരൂപിണിയായിട്ടുള്ള മായാരൂപത്തിലുള്ള ക്രീഡാത്മികയായിട്ടുള്ള ഈ അവിദ്യ വൈശാരദീമതി. വൈശാരദി എന്ന് പറഞ്ഞാൽ വിശാരദനായ അഥവാ സർവജ്ഞനായിട്ടുള്ള ആ ഭഗവാനെ സംബന്ധിച്ചതായിട്ടുള്ള, വിശാരദൻ എന്ന് പറഞ്ഞാൽ സർവജ്ഞൻ, എല്ലാം അറിയുന്നവനായിട്ടുള്ള ഭഗവാൻ. വൈശാരദി എന്ന് പറയുമ്പോൾ അതിനെ സംബന്ധിച്ചതായിട്ടുള്ള, ഈശ്വരനെ സംബന്ധിച്ചതായിട്ടുള്ള ഈ ക്രീഡാത്മകമായിട്ടുള്ള മായ അല്ലെങ്കിൽ അവിദ്യ. മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി, അതായത് സൽബുദ്ധി, നേരായ ബുദ്ധി, വിദ്യാരൂപിണി. അപ്പോൾ അവിദ്യ വിദ്യാരൂപിണിയായിട്ട് നിവൃത്തിയായെങ്കിൽ, അല്ലെങ്കിൽ ഉപരമിച്ചുവെങ്കിൽ, അങ്ങനെ ഒരു മാറ്റം വന്നുവെങ്കിൽ, അവിദ്യ വിദ്യാഭാവത്തിലേക്ക് മാറിയെങ്കിൽ സമ്പന്ന ഏവേതി. സമ്പന്ന എന്ന് പറഞ്ഞാൽ ബ്രഹ്മമായി ഭവിക്കുക, ആ ബ്രഹ്മഭാവത്തെ നേടുക. ഏവേതി, ഏവ ഇതിയാണ് ഏവേതി. ഏവ എന്ന് പറഞ്ഞാൽ അതൊന്ന് തന്നെ, ഇതി എന്ന് പറഞ്ഞാൽ എന്ന, ഇപ്രകാരം. വിദുർമഹിംനി, വിദുഹു മഹിംനി, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് വിദുർമഹിംനി. വിദു എന്ന് പറഞ്ഞാൽ അറിവുള്ളവർ അല്ലെങ്കിൽ അറിയുന്നു. മഹിംനി എന്ന് പറഞ്ഞാൽ ആ മഹാത്മ്യത്തിൽ, ആ മഹിമാവിൽ തന്നെ സ്വേ മഹീയത്തെ. സ്വേ എന്ന് പറഞ്ഞാൽ തൻ്റെ തന്നെ, ആ അവനവൻ്റെ തന്നെ എന്നുള്ള അർത്ഥത്തിൽ ആ മഹിമാവിൽ അല്ലെങ്കിൽ മഹാത്മ്യത്തിൽ മഹീയത്തെ ശോഭിക്കുന്നു. ഇവിടെ പറയുകയാണ് ആ സർവജ്ഞനായിട്ടുള്ള ഭഗവാനെ സംബന്ധിച്ച ഈ ഒരു മായാരൂപം, മായാഭാവം, ക്രീഡാതൽപരമായിട്ടുള്ള സൃഷ്ടികർമ്മങ്ങൾക്കൊക്കെ ഹേതുവായി ഭവിച്ച ക്രീഡാതൽപരമായിട്ടുള്ള ആ മായാഭാവം ആ അവിദ്യാരൂപം അത് നിവൃത്തയായിട്ട്, അങ്ങനെ നിവൃത്തമായി ഭവിച്ചാൽ, അല്ലെങ്കിൽ അതിൽ നിന്നും പുറത്തു കടക്കണമെങ്കിൽ എന്തു വേണം? വിദ്യ വേണം. അവിദ്യയെ ഇല്ലാതെയാക്കാൻ വിദ്യ വേണം.
അന്ധകാരത്തെ ഇല്ലാതെയാക്കാൻ വെളിച്ചം വേണമെന്ന് പറയുന്നത് പോലെ എപ്പോഴാണ് അന്ധകാരം നീങ്ങുക? വെളിച്ചം വരുമ്പോൾ. അന്ധകാരത്തെ അല്ലാതെ ഇല്ലാതെയാക്കാൻ പറ്റില്ല, വെളിച്ചം വരുമ്പോൾ താനെ അന്ധകാരം ഇല്ലാതെയാകുന്നത് പോലെ വിദ്യാഭാവം വരുമ്പോൾ താനെ അവിദ്യാഭാവം ഇല്ലാതെയാവുന്നത് പോലെ, അങ്ങനെ വന്നാൽ ഇങ്ങനെ വിദ്യയിലൂടെ, സദ്ബുദ്ധിയിലൂടെ, സത്ചിന്തകളിലൂടെ, സത്സംഗങ്ങളിലൂടെ ആ ബ്രഹ്മഭാവത്തെ നേടിയ ഒരാൾ അപ്പോൾ അറിയുന്നു എന്ത്? തൻ്റെ തന്നെ ശരിയായിട്ടുള്ള മഹത്വം, മഹിമ എന്താണ് എന്നറിയുന്നു. ഈ ദേഹബോധത്തെ വിട്ട് താൻ എന്താണെന്നും താൻ ആരാണെന്നും മനസ്സിലാക്കി കഴിയുമ്പോൾ തൻ്റെ തന്നെ ആ മഹിമയിൽ, തൻ്റെ തന്നെ ആ പരമാനന്ദ സ്വരൂപത്തിൽ രമിക്കുന്നു, ശോഭിക്കുന്നു. അങ്ങനെയുള്ള ജ്ഞാനികൾ, ബ്രഹ്മഭാവത്തെ നേടിയ ഒരാൾ. അപ്പോൾ സാധാരണ നമ്മളൊക്കെ ഭഗവാന്റെ ഈ അവിദ്യാരൂപത്തിൽ അല്ലെങ്കിൽ മായാഭാവത്തിലാണ് കൂടുതലും രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിൽ നിന്നും ഭിന്നമായിട്ടുള്ള, അതായത് ഈ സൃഷ്ടികർമ്മങ്ങൾക്ക് വേണ്ടി ഭഗവാൻ മായാഭാവത്തെ സ്വീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മായയോട് കൂടി ഭഗവാൻ ഈ സൃഷ്ടികളൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊക്കെ ധരിച്ചിരിക്കുന്നത് ഭഗവാൻ എന്നാൽ മായയാണ് എന്നാണ്. ഈ മായയിലൂടെ ഭഗവാൻ മറച്ചു വച്ചിരിക്കുന്ന ഭഗവാന്റെ യഥാർത്ഥ ഭാവത്തെ, ആ സ്വരൂപത്തെ, ആ ആനന്ദത്തെ എപ്പോഴാണോ നമ്മുടെ ഈ അവിദ്യ കൊണ്ട് ഭഗവാൻ മായയാണ് എന്ന് ധരിച്ച് വശംവദരായി നടക്കുന്ന നമ്മുടെ ഉള്ളിലെ അജ്ഞാനത്തെ ശരിയായ ജ്ഞാനം കൊണ്ട് ഇല്ലാതെയാവുന്നത്, അപ്പോൾ നമ്മളൊക്കെ ആ ബ്രഹ്മഭാവത്തെ പ്രാപിക്കുന്നു. ബ്രഹ്മഭാവത്തെ നമ്മൾ എത്തിച്ചേരുന്നു എന്ന് പറയുമ്പോൾ അഗ്നിയിലേക്ക് തന്നെ തന്നെ സമർപ്പിക്കുന്ന ഏതൊരു വസ്തുവും സ്വയം അഗ്നിയായി മാറുന്നത് പോലെ, പിന്നെ വസ്തുവും അഗ്നിയും രണ്ടല്ലാതെയായി മാറുന്നത് പോലെ, അവിടെ അത് സ്വയം അഗ്നിയായി ജ്വലിക്കുന്നത് പോലെ ഈശ്വരൻ എന്ന ആ ബ്രഹ്മഭാവത്തിലേക്ക്, ബ്രഹ്മത്തെ നന്നായി അറിഞ്ഞ് ബ്രഹ്മഭാവത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്വയം അത് ബ്രഹ്മമായി ശോഭിക്കുന്നു. തൻ്റെ തന്നെ മഹിമയിൽ അത് ശോഭിക്കുന്നു. അഗ്നി തൻ്റെ തന്നെ ശോഭയിൽ ശോഭിക്കുന്നത് പോലെ ഭഗവാനെ, അവിടുന്നും അവിടുത്തെ സൃഷ്ടിയും രണ്ടല്ല, അവിടുത്തെ ഉള്ളിൽ തന്നെ കുടികൊള്ളുന്ന, അവിടുത്തെ തന്നെ മായ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന, മായ കൊണ്ട് തോന്നിപ്പിച്ച് ഈ സൃഷ്ടികളെയൊക്കെ ഭ്രമിപ്പിക്കുന്ന അവിടുത്തെ മായ എന്ന ആവരണത്തെ മാറ്റി ആ പരമമായ സത്യത്തെ, ആനന്ദത്തെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അറിയുന്ന ഒരു സത്തിന്, ഒരു സുഹൃതിക്ക് ഈശ്വരനും സൃഷ്ടിക്കപ്പെട്ട താനും രണ്ടല്ലാതെയായി മാറും. സ്വയം അതിലേക്ക് അലിഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെയാണ് നമ്മുടെ മഹാത്മാക്കളൊക്കെയും, സജ്ജനങ്ങളായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ടായിരുന്നു. നമ്മുടെ ധാരാളം ഋഷിമാർ രമണ മഹർഷിയെക്കുറിച്ചൊക്കെ പറയുന്നത് അങ്ങനെയാണ്. സ്വയം ആ ആനന്ദത്തിൽ സദാ രമിച്ചുകൊണ്ടിരുന്നു. ഈ ബാഹ്യമായ പ്രപഞ്ചത്തിൽ, മായ കാട്ടുന്ന ബാഹ്യപ്രപഞ്ചത്തിലൊന്നും അല്പം പോലും ഭ്രമിക്കാതെ സ്വന്തം ഉള്ളിലെ ആ ആനന്ദത്തിൽ ദേഹബോധമൊക്കെ വിട്ടുപോയിരുന്നു. ആ പരമാനന്ദ സ്വരൂപത്തിൽ ലയിച്ച് സദാ ആനന്ദമഗ്നനായിരുന്നു. അവിടെ ഈശ്വരനും സൃഷ്ടിയും രണ്ടല്ലാതെയായി മാറുന്നു. അജ്ഞാനമുള്ളിടത്തോളം ദ്വയമുണ്ട്. അജ്ഞാനം നീങ്ങിയാൽ അദ്വയമായി ഭവിക്കുന്നു. ഈ ബാഹ്യമായി കാണുന്ന ദേഹത്തിനുള്ളിൽ കുടിയിരിക്കുന്ന ആ സത്യത്തെ, ചൈതന്യത്തെയാണ് അവിടെ ജ്ഞാനികൾ കാണുന്നത്. ബാഹ്യമായ രൂപങ്ങളിൽ നോക്കുമ്പോഴാണ് നമുക്ക് ഭേദമുള്ളത്. കാരണം നിറത്തിലും ഭാവത്തിലും സ്വഭാവത്തിലും ഗുണത്തിലും ഒക്കെ മാറ്റമുണ്ട് ഓരോ സൃഷ്ടിക്കും. ഓർക്കുക, അതൊക്കെ ആ പ്രാണൻ വഹിച്ചുകൊണ്ട് വന്നിരിക്കുന്ന കർമ്മപ്രാരബ്ധങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ ഭേദം വരുന്നത്. നമുക്ക് പലപ്പോഴും തോന്നാറില്ലേ, എല്ലാ സൃഷ്ടികളും ഈശ്വരൻ്റെ സൃഷ്ടികളാണ്. എന്തുകൊണ്ടാണ് ചിലരിങ്ങനെ ദുഷ്ടന്മാരാകുന്നത്? ചിലർ പറഞ്ഞ ഷഡ്വൈരികൾക്ക്
കാമക്രോധ ലോഭമോഹ മത മാത്സര്യങ്ങൾക്ക് അടിമപ്പെട്ട് കഴിയുന്നത്, ചിലരിൽ സ്വാർത്ഥത, ചിലരിൽ അസൂയ, ചിലരിൽ ദുഷ്ടബുദ്ധി, ഇതൊക്കെ എന്തുകൊണ്ടാണ് കൂടുതലായി കാണപ്പെടുന്നത്? കാരണം അവരൊക്കെ വഹിച്ചുകൊണ്ട് വന്നിരിക്കുന്ന പ്രാരബ്ധങ്ങളിൽ ഈ വാസനകളാണ് കൂടുതലായിട്ടുള്ളത്. അത് ജന്മങ്ങളിലുള്ള ജന്മജന്മാന്തരങ്ങളായി ആർജിച്ചിട്ടുള്ള ഗുണങ്ങളാണ്, വാസനകളാണ് അവരുടേത്. അത് വഹിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഒരു ജീവന് അതിൻ്റെ വാസനയെ അതിൽ നിന്ന് പുറത്തേക്ക് വരികയുള്ളൂ. അപ്പോൾ പ്രത്യക്ഷത്തിൽ കാണുന്നത്, നമ്മൾ മറ്റുള്ളവരറിയുന്നത് ആ വാസനകളായിരിക്കും. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ നല്ല സുഗന്ധമുള്ള കുറേ പുഷ്പങ്ങൾ വഹിച്ച ഒരു കൊട്ടയിൽ, ആ കുട്ടയ്ക്കുള്ളിൽ നിറയെ ഇതുപോലെ നല്ല വാസനയുള്ള പുഷ്പങ്ങളാണെന്നിരിക്കട്ടെ, അത് വഹിച്ചുകൊണ്ട് വരുന്ന ഒരു വ്യക്തി നമ്മുടെ സമീപം എത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കൺമുന്നിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ അങ്ങനെ ഒരു സാക്ഷിയായി നോക്കി നിൽക്കുകയാണെന്നിരിക്കട്ടെ, ഒരു ദൃക്സാക്ഷിയാണ്. അങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന എന്താ? ആ വ്യക്തിയുടെ സാമീപ്യം. ഒരു നിമിഷ നേരത്തേക്കാണെങ്കിലും നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് ആ സുഗന്ധമായിരിക്കും. കാരണം വഹിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ആ സുഗന്ധത്തെയാണ്. ഇനി വേറെ ഒരു വ്യക്തി അതേസമയം ദുർഗന്ധം വമിക്കുന്ന എന്തെങ്കിലും ഒരു കുട്ടയിലാക്കി നമ്മുടെ സമീപത്തു കൂടി കടന്നു പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ ആ വ്യക്തിയുടെ സാമീപ്യത്തിലൂടെ നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? ആ ദുർഗന്ധത്തിലൂടെയാണ് ആ വ്യക്തിയെ അറിയുന്നത്. ഇതിന് ഭേദം വരാൻ കാരണം ഒരേ വ്യക്തി തന്നെ ആയിക്കോട്ടെ, രണ്ട് ഭാവങ്ങളിൽ കടന്നു പോകുമ്പോൾ ആ കടന്നു പോകുന്ന വഴികളിലുള്ളവർ ഈ വ്യക്തിയെ അറിയുന്നത് രണ്ട് വ്യത്യസ്ത ഭാവങ്ങളിലാണ്. ഇതേപോലെയാണ് ഒരേ ഈശ്വരനിൽ നിന്നും പുറപ്പെട്ട, ഒരേ ഈശ്വര ചൈതന്യത്തിൻ്റെ അംശമായിട്ടുള്ള ജീവനുകൾ വ്യത്യസ്ത ഗുണങ്ങളോടുകൂടി, വ്യത്യസ്ത കർമ്മവാസനകളോടുകൂടി പുതിയൊരു ശരീരത്തെ സ്വീകരിച്ച് കടന്നു വരുമ്പോൾ അവർ വഹിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഗുണങ്ങൾ അല്ലെങ്കിൽ വാസനകളാണ് അവരെ നല്ലതായും മോശമായും നമ്മളൊക്കെ വിലയിരുത്തുന്നത്. അപ്പോൾ എന്ന് കരുതി ഇത് ആ ജീവൻ്റെ പ്രാരബ്ധമാണ്. ഈ സൃഷ്ടി, ഈ ജീവൻ പൂർവ്വജന്മത്തിൽ ഏതൊരു ശരീരത്തിലിരുന്നോ ആ ശരീരത്തിലിരുന്നു കൊണ്ട് സ്വീകരിച്ച, ആർജിച്ച കർമ്മവാസനകളാണ് ആ വ്യക്തിയെ മോശക്കാരനാക്കുന്നത്. അപ്പോൾ ഒരു മോശക്കാരനായ ഒരു വ്യക്തിയെ നമ്മുടെ മുൻപിൽ കാണുമ്പോൾ സത്യത്തിൽ സഹതപിക്കുകയാണ് വേണ്ടത്. കാരണം കഷ്ടം. നമ്മൾ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിനെ കുറിച്ച് പറയുന്ന കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതായത് അദ്ദേഹത്തിൻ്റെ ഗുരു തന്നെ ഒരിക്കൽ പറയുകയുണ്ടായി, കഷ്ടം, നല്ലൊരു ബ്രാഹ്മണ ജന്മം കിട്ടിയിട്ടും ഇത് ഇങ്ങനെ നശിപ്പിച്ചു കളയുന്നുവല്ലോ എന്നുള്ള ആ ഒരു വാചകം കാതുകളിൽ വീണപ്പോഴാണത്രേ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിന് ആ ഒരു പുനർവിചിന്തനം, തൻ്റെ ജീവിതത്തെക്കുറിച്ച്, എന്താണ് തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, എന്തിനാണ് ഈ ജന്മം എന്നൊക്കെയൊന്ന് ചിന്തിക്കുവാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതുപോലെ നമ്മളൊക്കെ പലപ്പോഴും മോശക്കാരായ വ്യക്തികളെ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ദേഷ്യം തോന്നാം, ദുഃഖം തോന്നാം, സങ്കടം തോന്നാം അവരുടെ കർമ്മങ്ങളെ ഓർത്തിട്ട്. എന്തുകൊണ്ട് ആ വ്യക്തി അങ്ങനെയായി എന്ന് ചോദിച്ചാൽ, പൂർവ്വജന്മത്തിൽ നിന്നും വഹിച്ചുകൊണ്ട് വന്നിരിക്കുന്ന അവരുടെ കർമ്മവാസനകൾ, ഗുണങ്ങൾ, പ്രാരബ്ധങ്ങൾ ആ രീതിയിലായതുകൊണ്ട് അവർക്ക് അങ്ങനെ മാത്രമേ അവർക്ക് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് അവരങ്ങനെയാവുന്നത്. അവിടെ സഹതപിക്കുകയാണ് വേണ്ടത്. കഷ്ടം, ഇനിയും എത്ര ജന്മങ്ങൾ എടുക്കേണ്ടി വരും ഈ ഒരു വാസനാ ബലം ഒന്ന് കുറയ്ക്കുന്നതിന്. ഒരു പാത്രത്തിൽ നിറയെ ചെളിയുള്ള ഒരു പാത്രമാണെങ്കിൽ ആ പാത്രത്തിലെ ചെളി കളയുവാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചത് കൊണ്ട് ആയി എന്ന് വരില്ല. അത് വൃത്തിയാകാൻ ഒഴിച്ചുകൊണ്ടേയിരിക്കണം. എത്രയോ ഗ്ലാസ്സുകളിൽ വെള്ളം നിറച്ച് ഒഴിച്ചാലാണ് ആ പാത്രം ഒന്ന് വൃത്തിയാവുക, ആ ചെളി പോവുക. ഇതേപോലെയാണ് ഓരോ ജീവനും വഹിച്ചുകൊണ്ട് വന്നിരിക്കുന്ന വാസനകളുടെ ബലം കൂടുമ്പോൾ ഇനിയും എത്രയോ ജന്മങ്ങൾ എടുക്കണം, കഷ്ടം എന്ന് സഹതപിക്കുകയേ വേണ്ടൂ. കാരണം ആ ജീവൻ്റെ പ്രാരബ്ധം അത്രമാത്രം വാസനാബലം ഉള്ളതാണ്. അതുകൊണ്ടാണത് അങ്ങനെ പെരുമാറുന്നത്, അങ്ങനെയായി തീർന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് പറഞ്ഞത്.
ഈ ഓരോ ജന്മവും ഇങ്ങനെ നമ്മൾ എടുത്ത് ഈ ജന്മജന്മാന്തരങ്ങളായി നമ്മുടെ ഉള്ളിലെ കർമ്മവാസനകളുടെ ബലം ക്ഷയിച്ച് ആ ക്ഷയിക്കുന്നത് എങ്ങനെയാണ്? ഈ പറഞ്ഞതുപോലെ തെളിനീരൊഴിച്ചു കൊടുക്കണം അല്ലേ? അതേപോലെ സത്സംഗങ്ങളിലൂടെ ഈ അറിവിനെ ഉള്ളിൽ നിറച്ച് ഒരു വേള എത്തുമ്പോൾ കറകൾ അല്പം പോലും ഇല്ലാതെ, മാലിന്യം അല്പം പോലും ഇല്ലാതെ ചിത്തം ശുദ്ധീകരിക്കപ്പെട്ട ഈ സദ്ഭാവത്താൽ നിറയ്ക്കപ്പെട്ടിട്ട് അങ്ങനെ അറിവിൻ്റെ ബലം കൊണ്ട്, വിദ്യാബലം കൊണ്ട്, അവിദ്യയുടെ കണിക പോലും ഇല്ലാതെയായി കഴിയുമ്പോൾ തൻ്റെ ഉള്ളിലെ ആ സത്വത്തെ, ആ സ്വരൂപത്തെ, ആനന്ദ ഭാവത്തെ തിരിച്ചറിയുകയും അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ അഗ്നിയിലേക്ക് ചേരുന്ന വസ്തുക്കൾ സ്വയം അഗ്നിയായി മാറി ശോഭിക്കുന്നത് പോലെ ആ ബ്രഹ്മത്തെ നന്നായി അറിഞ്ഞു കഴിയുമ്പോൾ, ബ്രഹ്മഭാവത്തെ പ്രാപിച്ചു കഴിയുമ്പോൾ സ്വയം ബ്രഹ്മമായി മാറുകയും ശോഭിക്കുകയും അതിൻ്റെ തന്നെ മഹിമയിൽ അതങ്ങനെ ശോഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുക. എത്രമാത്രം സത്സംഗങ്ങൾ നമുക്ക് നേടാൻ കഴിയുമോ അത്രമാത്രം നേടിക്കൊണ്ടേയിരിക്കുക. കാരണം നമ്മുടെയും ഒക്കെ ഉള്ളിൽ ഇതുപോലെ ധാരാളം കറകൾ പറ്റിയിട്ടുണ്ട്, വീണിട്ടുണ്ട്. അത് എത്ര മാത്രം നമ്മൾ സത്സംഗങ്ങൾ കൊടുക്കുന്നുവോ അത്ര എളുപ്പം നമ്മുടെ ഉള്ളിലെ കറകൾ നീങ്ങുകയും അത്ര കുറച്ച് ജന്മങ്ങൾ കൊണ്ട് തന്നെ ഒരു പക്ഷേ ആ ബ്രഹ്മത്തെ നന്നായി അറിയുവാൻ കഴിയും, ചിത്തം നന്നായി ശുദ്ധീകരിക്കുവാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിൽ തോന്നാവുന്ന ഒരു സംശയ നിവർത്തി കൂടിയാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. യദ്യേഷോ പരതാ ദേവി മായ വൈശാരദീ മതി സമ്പന്ന ഏവേതി വിദുർമഹിംനി സ്വേ മഹീയത്തെ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: യദ്യേഷോപരത, യതി ഏഷാ ഉപരത, പദം പിരിക്കണ്ട, വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. യദ്യേഷോപരത. അടുത്തത് മതി എന്ന് പറയുന്നിടത്ത് വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. വിദുർമഹിംനി, വിദുഹു മഹിംനിയാണ്, അതുകൊണ്ടാണ് അവിടെ മാ കൂട്ടക്ഷരം വന്നിരിക്കുന്നത്. പദം പിരിക്കണ്ട, മാ വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. വിദുർമഹിംനി, മാ കൂട്ടക്ഷരമാണെന്ന് ഓർക്കുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇനി അടുത്തത് 35-ാമത്തെ ശ്ലോകമാണ്. അത് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.